ശ്രീ രാജ്മോഹനോട് തന്നെ ശ്രീ രാജ്മോഹനോട് സുരേഷ് ഗോപി അങ്ങേയറ്റം അസ്വസ്ഥനാവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിനെ കുറിച്ച് വരുന്ന ആരോപണങ്ങളിൽ. എന്തുകൊണ്ടാകാം ഒരു BJP MP-ക്ക് ഇത്രമേൽ അസ്വസ്ഥതയും അസഹിഷ്ണുതയും? MP ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഹേമ കമ്മീഷനെ നിയോഗിച്ചത്. ആ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ ആരും അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് ആദ്യത്തെ റിപ്പോർട്ടല്ലല്ലോ. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് വെച്ച ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പൊ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതൊക്കെ സ്വാഭാവികമായ പ്രക്രിയ മാത്രമാണ്. അതിലാരും അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കേവലം ഒരു സിനിമാ താരം മാത്രമല്ല ഇന്ന് സുരേഷ് ഗോപി. അതിനേക്കാൾ ഭാരിച്ച ഉത്തരവാദിത്വവും ചുമതലയും വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറാം. പക്ഷേ പത്രക്കാരുടെ മേക്കിട്ട് കയറുകയും അവരോട് അസ്വസ്ഥതയോ അസഹിഷ്ണുതയോ പ്രകടിപ്പിക്കേണ്ട കാര്യം ഒരു കേന്ദ്രമന്ത്രിക്കില്ല. കാരണം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം, റൈറ്റ് ടു നോ, അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട്, അറിയിക്കാനുള്ള അവകാശം മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. എല്ലാ ചോദ്യത്തിനും ഇപ്പോൾ ഉത്തരം പറയണമെന്നില്ലല്ലോ, ഒഴിഞ്ഞു മാറാം. അതിന് പ്രകോപിതനാകേണ്ട കാര്യമില്ല, പത്രക്കാരുടെ മെക്കിട്ട് കയറേണ്ട കാര്യമില്ല. അതൊരു അപക്വമായ പെരുമാറ്റമാണ് ഇന്ന് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഒരിക്കലും നമ്മൾ ഈ ആകെ 233 പേജ് മാത്രമാണ് പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിൽ അടിമുടി പറയുന്നത് ഇപ്പം മനുഷ്യഗണത്തിൽപ്പെടുന്ന സ്ത്രീയും പുരുഷനുമാണ്. അതിൽ സ്ത്രീഗണത്തിൽ പെടുന്നവർക്ക് നേരിടേണ്ടി വരുന്ന അങ്ങേയറ്റത്തെ അധർമ്മ പണികളെക്കുറിച്ച് ആ റിപ്പോർട്ട് പറയുകയാണ്. ആ റിപ്പോർട്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഞങ്ങളുടെയൊക്കെ തലക്കൽ വെച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങണോ അതോ പ്രേക്ഷകരെ അറിയിക്കണോ ആ വാർത്ത? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഒരിക്കലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുമുണ്ടായതായി എനിക്ക് പറയാൻ കഴിയില്ല. കാര്യം കാലാകാലങ്ങളിൽ വരുന്ന ഇത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്ന ജോലി ഉത്തരവാദിത്വമാണ് ഉള്ളത്. അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ട്, ദൈവം തെറ്റ് ചെയ്താൽ അതും ഞാൻ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ ദൈവം തെറ്റ് ചെയ്താൽ ദൈവമായതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ദൈവം തെറ്റ് ചെയ്താൽ അതും റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ രാമകൃഷ്ണപിള്ളയെ പോലെ ധീരമായ നേതൃത്വമുള്ള ആളുകളാണ് മാധ്യമ പ്രവർത്തകർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ ആ റിപ്പോർട്ടിന്റെ തലനാരിഴകേറി പരിശോധിച്ച് അതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം, ബാധ്യത, ചുമതല മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി അതിൽ അസഹിഷ്ണുവാവേണ്ട കാര്യമില്ല. അദ്ദേഹം കേവലം ഒരു സിനിമാ താരം മാത്രമല്ല. ഇന്ന് അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് നിരക്കുന്ന നടപടിയല്ല ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എക്സാക്ട്ലി. താങ്ക് യു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്തായാലും അതുതന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ മേഖലയിലെ എല്ലാ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടോ ചോദിച്ചാൽ എല്ലാ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇത് ഒരു സർക്കാർ നിയോഗിച്ച ഒരു സമിതി ഔദ്യോഗികമായി കണ്ടെത്തിയ ഒരു രേഖ, ഒരു ഒഫീഷ്യൽ രേഖയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ചകളാണ്. ഒരു തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് നടക്കുന്ന വലിയ മൂവ്മെൻറ്റ് തുടർച്ചയാണ്. മാധ്യമങ്ങൾ ആ വാർത്ത കൊടുക്കുക തന്നെ ചെയ്യും. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോയിൽ ഒരു പദവിയിലിരിക്കുന്ന കേന്ദ്രമന്ത്രി പദവിയിലിരിക്കുന്ന സുരേഷ് ഗോപി അത്രത്തോളം അപക്വമായി പെരുമാറുന്നത് ശരിയാണോ എന്ന് അദ്ദേഹത്തിൻ്റെ വികാരമടങ്ങുമ്പോൾ ആലോചിക്കുന്ന ഒന്നാണ്.